ഒരു ലൈവില് അപ്സരയും റസ്മിനും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവിടെ ഗബ്രി ജാസ്മിൻ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ പറയുന്നത് അവർ എന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി എന്നാണ് റസ്മിൻ അവിടെ പറയുന്നത്. അത് അപ്സര പറയുന്നുണ്ട്, എന്തായാലും നീ അറിയാൻ വൈകിപ്പോയി, ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ, ഇനിയെങ്കിലും ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുക, ഇനി ഇതിന്റെ പുറകെ നടക്കാതിരിക്കുക, ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതിരിക്കുക, അത് വിട്ടുകളയുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട്, 2-3 പേരായി ഇപ്പം എൻ്റെ അടുത്ത് പറയുന്നു, അപ്പോഴാണ് എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, അവർ എന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പോഴെനിക്ക് എല്ലാം കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് അവിടെ റസ്മിൻ പറയുന്നുണ്ട്. അപ്പോൾ അപ്സര ഇരുന്ന് പറയുന്നുണ്ട്, ഇനി എന്തായാലും ഇനിയിപ്പോൾ ഗബ്രി ഔട്ടായി പോയി, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. ഇനി ജാസ്മിൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ നീ അതിലേക്ക് കൂടുതലായിട്ട് ഇടപഴകാനും കാര്യങ്ങൾക്കും അതിനെ കൂടുതലായിട്ട് നിൽക്കണ്ട എന്ന് റസ്മിനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു അപ്സര. എന്നാൽ ഇതുവരെ തോന്നാത്തൊരു തോന്നൽ ഇപ്പോൾ റസ്മിനെ ഒരാഴ്ചയായിട്ട് തോന്നി തുടങ്ങിയിട്ടുള്ളൂ. അവിടെ ജാസ്മിൻ ഗബ്രി വിഷയത്തിൽ ഇടപെടേണ്ട എന്നുള്ളൊരു തോന്നൽ. അതിന് മുമ്പ് വരെ ജാസ്മിൻ ഗബ്രിയുടെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ നിന്നിരുന്ന വ്യക്തിയാണ് റസ്മിൻ. ഇപ്പോൾ ഗബ്രി ഔട്ടായതോടുകൂടി അതൊന്നും കൂടി എന്നാണ് തോന്നുന്നത്. ഇനി തനിക്കിപ്പോൾ മൊത്തത്തിൽ നെഗറ്റീവ് അടിച്ചു എന്ന് റസ്മിന് തോന്നുന്നുണ്ട് എന്ന് തോന്നുന്നു. ഗബ്രി ഔട്ടായതിനു ശേഷം ഒരു പക്ഷേ ഗബ്രി അല്ലാതെ റസ്മിൻ നിന്നിരുന്നുവെങ്കിൽ റസ്മിൻ പോയേനെ എന്നുള്ളത് റസ്മിൻ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു ഗബ്രി പോയ നിമിഷം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കണം റസ്മിൻ അവിടെ ഇരുന്ന് അപ്സരയുടെ അടുത്ത് ഇത് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അവർ എന്നെ ഉപയോഗിക്കുകയായിരുന്നു, അവരുടെ ആ ഒരു ഗെയിം ആയിരുന്നു അത്, ആ റിലേഷൻ എന്ന് പറയുന്നത്, അതിനുവേണ്ടി അവർ എന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു എന്നാണ് റസ്മിൻ ലൈവിലിരുന്നിട്ട് അപ്സരയുടെ അടുത്തിരുന്ന് പറയുന്നുണ്ടായിരുന്നത്. എന്തായാലും പുറത്തു പോയപ്പോൾ അറിഞ്ഞതോ അല്ലെങ്കിൽ ഇനി അവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ ഗബ്രി പോയപ്പോൾ തിരിച്ചറിഞ്ഞതോ, അതിന് മുമ്പ് തന്നെ അവിടെ ഒഴിഞ്ഞു മാറാനായിട്ട് അവിടെ റസ്മിൻ ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു തിരിച്ചറിവിന്റെ നിമിഷമാണ് റസ്മിൻ ഇത്.